വേണ്ട. അപ്പോൾ ഏത്തക്ക കൊണ്ടുവച്ചത് ഒന്ന് ഞാൻ എടുക്കും. ഇവിടെ നീ തന്നു ഇരിപ്പുണ്ടായിരുന്നല്ലോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, വന്നു. നമ്മുടെ ടൗണിലൊക്കെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് രാത്രിയിലവിടെങ്ങും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇന്ന് മോനിക്കുട്ടൻ്റെയൊക്കെ പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ പള്ളിയിൽ ഇന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ഇവൻ്റാണ്. 6 മണിക്ക് തുടങ്ങും. അപ്പം ഞാൻ അവിടെ വരെ ഒന്ന് പോയേച്ചും വരാം. മോനിക്കുട്ടൻ രാവിലെ പ്രാക്ടീസിന് പോയി, ഉച്ചയ്ക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് ഓട്ടോയിൽ വന്നു. വീണ്ടും 4:30 പോയിട്ടുണ്ട്. 5:30 സന്ധ്യാനമസ്കാരമുണ്ട്. എനിക്ക് സന്ധ്യാനമസ്കാരത്തിന് പോകാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോൾ ഈ സമയമൊക്കെ ആയിട്ടോ. പിന്നെ വന്ന വഴിക്കുള്ള പാപ്പാഞ്ഞിയുടെ വീഡിയോ ആണ് ആദ്യം കാണിക്കുന്നത്. ഞാനത് അത്ര അടുത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. സിനിമയ്ക്കകത്ത്, അതായത് ചോട്ടാ മുംബൈക്കകത്താണ് ഞാൻ അങ്ങനെയുള്ള ഇതൊക്കെ കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ രാത്രിയിലായതുകൊണ്ട് നമ്മളങ്ങനെ പോയി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പം വരുന്ന വഴിക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഇത്തവണ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ കുളിച്ച് ചിരിച്ച് പോയേച്ചും വരാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നന്മകളും നിറഞ്ഞ ഒരു പുതുവർഷമായിരിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ. എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഹാപ്പി ന്യൂ ഇയർ. പോയി ചേരാട്ടോ. പ്രോഗ്രാമിന് പോകാം. അപ്പം ചുമപ്പൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് തുണികൾ കഴുകിയിട്ടേക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അതൊക്കെ ഇനി പെറുക്കി വെക്കണം. 6 മണിയാകാറായി. നമുക്ക് പോയേച്ചും വരാം. 6 മണിയായി. മോൻകുട്ടൻ്റെ പ്രോഗ്രാമൊക്കെ എങ്ങനെയാണ്? ഇത്രയും ദിവസം കിടന്ന് ചാടി പറഞ്ഞ് ഇനി ഇന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാഗി പാൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി സൈസ് വലുതാണ്. ഞാൻ ആവുന്ന പറഞ്ഞ് അത് വേറെ മാറി മേടിക്കാം. സമ്മതിച്ചില്ല. അതൊക്കെ ഇട്ട് ഒരുങ്ങി കെട്ടിയാ പോയേക്കുന്നത് കേട്ടോ. നമുക്ക് പോകാം. ഞാൻ വന്നപ്പോൾ സന്ധ്യാനമസ്കാരം കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മോനിക്കുട്ടനും കൂട്ടുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പ്രോഗ്രാമിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. പിന്നെ പാട്ടൊക്കെ ഞാൻ ഫാസ്റ്റാക്കി ഇട്ടേക്കുക, കോപ്പിറൈറ്റ് വരാതെ. ആദ്യം ബൈബിൾ വായനയാണ്. He went to the restaurant with Mary, to whom he was engaged and who was expecting a child. While they were, the child came forward to deliver her child, and she gave birth to her firstborn son and wrapped him. ബഹുമാനപ്പെട്ട റോയിച്ചനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സ്വർണ്ണ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന
ഒരു ഫലമാണ് ഈ ദിവസം നമ്മളൊക്കെ ആസ്വദിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിറഞ്ഞ കൈയ്യടി നമ്മളെല്ലാവരും ചേർന്ന് കൈയ്യടി. പ്രത്യേകിച്ച് നമ്മുടെ ജൂനിയേഴ്സ് പ്രിയപ്പെട്ട ബിബിനും അതോടൊപ്പം തന്നെ ലിബർട്ടീസിനെ സൺഡേ സ്കൂൾ അധ്യാപകരെ ബിസിനസിനെ അധ്യാപകരെ വിവിധ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി മറ്റ് പ്രവർത്തകർ എല്ലാവരെയും അനുമോദിക്കുന്ന പങ്കു ചെയ്തിരുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു. ക്രിസ്മസ് ഒരുപക്ഷെ ഇതിനേക്കാൾ കളർഫുള്ളായിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കുറവ് അവിടെ ക്രിസ്തുവിന്റെ അവിടുത്തെ വിവിധ ജനറേഷനുകൾ പലപ്പോഴും ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് പാപ്പ വരുന്നു, ക്രിസ്മസ് ഫാദർ വരുന്നു എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ മറുപടി. ക്രിസ്തുവിന്റെ ജനനം അവന്റെ മനുഷ്യാവതാര പിറവിയുടെ സന്തോഷമാണ്, സുവിശേഷകരമാണ്, സദ്വാർത്തയാണ് എന്ന ഒരു യാഥാർത്ഥ്യം പലപ്പോഴും മനസ്സിലാക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്.
മനസ്സിന് ഉണർവ് നൽകുവാൻ സംഗീതത്തിന് അപാര ശക്തിയാണ്. ആ വിസ്മയത്തിലേക്ക് നമ്മൾ അറിയാതെ നമ്മളെ കൊണ്ടുപോകാൻ എത്തുമ്പോൾ അടുത്തതായിട്ട് ഒരു കീബോർഡ് പെർഫോമൻസ് ആണ്. Thank you.
എല്ലാവർക്കും സ്തുതിക്കുന്നു. ഇതൊരു ഷാഡോ സ്കിറ്റാണ് കേട്ടോ. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗബ്രിയേൽ മാലാഖ മറിയത്തിനോട് സദ്വാർത്ത അറിയിക്കുന്നതും പിന്നീട് ജോസഫും മറിയവും ബേത്ലഹേമിലെ പുൽക്കൂട്ടിലെത്തുന്നതും യേശു കുഞ്ഞിന് ജന്മം നൽകുന്നതും അതറിഞ്ഞ് ആട്ടിടയന്മാർ യേശു കുഞ്ഞിനെ കാണാനെത്തുന്നതുമാണ് ഇതിൻ്റെ തീമേ. ഈ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. ഊണും ഉറക്കമൊക്കെ കളഞ്ഞ് വെയിലും ചൂടും ഒക്കെ കൊണ്ട് അവർ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മോനിക്കുട്ടൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഡാൻസ് വരുന്നുണ്ട്. എന്ത് സ്റ്റെപ്പാണ് നമ്മൾക്ക് ഒരു മാർമണ്ടി ഡാൻസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ കോൺഫിഡൻസ് നിൽക്കുന്നതിന്റെ ഈ ഒരിക്കലും കുറിച്ച് കേൾക്കുന്ന ആവശ്യം ഈ സ്റ്റേജിൽ കിടന്ന് ആടണം. ഈ കാലഘട്ടത്തിലും നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ചവരാണ് ചരിത്ര പുസ്തക താളുകളിൽ നമ്മുടെ പേരുകളിൽ രേഖപ്പെടുത്തേണ്ടത് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. നന്ദി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു മൈമാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കിത് ഫുള്ള് കാണുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ തീം നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് ബൈബിളിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുടെ പരാമർശമുണ്ട്. അതിൽ ചിലരെയൊക്കെയാണ് അവിടെ ദൃശ്യാവിഷ്കാരം ചെയ്തത്. എലിസബത്ത്, മറിയം, എസ്തേർ, മർത്ത മറിയം സഹോദരിമാർ, സാറ, റൂത്ത്, അങ്ങനെ കുറേ പേരുടെ ഒരു റിക്രിയേഷൻ.
നമുക്ക് ഒരുമിച്ച് കൊടുത്ത് അവരുടെ കഴിവുകൾ പുറത്തു വരട്ടെ. അവർക്ക് ഡാൻസ് ചെയ്യാൻ, പാട്ട് പാടാൻ,
പിയാനോ വായിക്കാൻ എല്ലാ കഴിവുകളുള്ള കുട്ടികളാണ്. അവരെ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ആളെ ചിലപ്പോൾ സിനിമാറ്റിക് ഡാൻസ് സാരമില്ല, അതൊക്കെ വേണം. നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞത് അവർ പ്രത്യേകമാകട്ടെ, ഒരു മാതൃദീക്ഷനാകട്ടെ, അവരെങ്ങനെ വളരട്ടെ, അവരെ നമ്മൾ പ്രോത്സാഹിക്കും. വളരെ പോസിറ്റീവായി ഇതിനെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നമ്മളെല്ലാവരും നെഗറ്റീവ് കാണുകയല്ല വേണ്ടത്, വളരെ പോസിറ്റീവായി കാണുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതിനുവേണ്ടി ഏതാനും ദിവസം അങ്ങനെ സന്തോഷകരമായിട്ട് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഇവൻറ്റ് കഴിഞ്ഞു. അതിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. എന്നെയും വിളിച്ചു, ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവിടെ അങ്ങ് നിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറേ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവാം. പറഞ്ഞു അയ്യോ, എന്തോ ഡാൻസ് ആയിരുന്നറിയോ? ആള് വന്ന് ഡ്രസ്സൊക്കെ അങ്ങ് മാറി വന്ന് ഞങ്ങളെ 10 മണിയായി. 10:15 കണ്ടോ? 10:15 കണ്ടോ? രാവിലെ പള്ളിയിൽ പോകണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ മോനിക്കുട്ടൻ്റെ വക നാളെ രാവിലെ ന്യൂ ഇയർ പ്രമാണിച്ച് കുർബാനയുണ്ട്. നമ്മൾ പൂസയൊക്കെ പ്രാപിച്ച് വന്നേക്കുക. പുതിയ വർഷം, പുതിയ നന്മയുള്ള ചിന്തകൾ, പുതിയ പ്രതീക്ഷകൾ. അങ്ങനെ അമ്മ ചോറൊക്കെ അങ്ങ് എടുത്ത് ഫ്രിഡ്ജിലാക്കിയതാണ്. ഞങ്ങൾ വന്ന് കഴിഞ്ഞ് പിന്നെ എടുത്തതാട്ടോ. ചോറും തീയലും മാങ്ങ അച്ചാറും മീൻകറി പിന്നെ മുളക് ചമ്മന്തി. വീട്ടിലെത്തി. അപ്പൊ എൻ്റെ മോനിക്കുട്ടൻ്റെ മുത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം പറ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചക്കരുമ്പ് കൂട് ചക്കിലുമ്മ ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട് കൂടും. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.